ഇനിയുള്ളു ഈ 25 നാല് കാണാറ് മഹത്വമുള്ള നാളായിട്ട് ഇനിയുള്ള ഓരോ സമയം ഓരോ നാളും ഓരോ സെക്കൻഡും ചമ്മ മഹത്വമുള്ള എനിക്കത്തെ ശ്രേഷ്ഠ ഉള്ള എനിക്കത്തെ ടൈമായിട്ട് ഇത്രത്തോളം ഞങ്ങൾ എടുത്തേക്കാണ് യാറ ഇബാദത്ത് ഇനിയുള്ള നാള് നാളെ നിങ്ങൾ എല്ലാവരും എടുക്കണം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി 2 വർഷം നോമ്പ് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കയ്യില് ഞങ്ങളെ കൂട്ടത്തില് 6 ബാക്കിയോടും 6 മരണപ്പെട്ട് പോകണ്ടോ ചൊല്ലുക സാധ്യയില്ല. കഴിഞ്ഞ വർഷം നോമ്പ് നോക്കിങ്ങ തറാവി നിസ്കരിച്ചങ്ങ തേത്തിക്കാവ് വെച്ചങ്ങ ഖുർആൻ ഓതിങ്ങ സ്വതക്കാക്കിയങ്ങ നോമ്പ് തുറപ്പാട്ടെങ്ങ എത്ര ആൾമാർ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയത്. അങ്ങനെ എല്ലാവരുടെ ഖബറും അല്ലാഹു തആല സ്വർഗ്ഗത്തിലാക്കട്ടെ. ഞങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ കുറെ റമദാന്റെ കൊണ്ടാടുന്നു പോകും. അതിന് സ്വാഗതമാക്കണം. ഞങ്ങൾ എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 21 ആയാലും പിന്നെ റമദാൻ 21 ആയാലും പിന്നെ യാറ ഇബാദത്ത് എടുത്തോണ്ട് അത് ഹദീസിൽ ചൊല്ലെ സദ്ദ മീസറ പോട്ടു സദ്ദ മീസറ ചെന്നെങ്കിൽ കച്ച ബൽച്ചി കിട്ടുകൊണ്ട് അതിന്റെ അർത്ഥ കച്ച ബൽച്ചി കിട്ടി അതിന്റെ കച്ച കിട്ടാനുള്ള സാധാരണ കച്ചയുണ്ട് പോലെ. പിന്നെ പരിശുദ്ധമായ റമദാന്റെ 24-ാണ് യാറ ഐക്യ വേണ്ടിട്ട് ഇബാദത്തിക്ക് വേണ്ടിട്ടേ തയ്യാറാവുകൊണ്ട് അതിന്റെ അർത്ഥ. അപ്പോ റമദാൻ 21 ആയാൽ പിന്നെ അതേപോലെ 21, 23, 25, 27, 29 ഇത് ഈ ഒറ്റ രാത്രിയിൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്നുള്ളൂ. യാറ പ്രബലമായ അഭിപ്രായം 27ാമത്തെ ജാവ് റമദാന്റെ അത് 4 നാളത്തെ ജാവായിട്ടിരിക്കുന്നു. ഉസ്താദ് ചെന്നതുപോലെ എല്ലാവരും നാനും നിങ്ങൾ എല്ലാവരും അതേപോലെ ഞങ്ങൾ ഔത്ര ആനിങ്ങ പെണ്ണിങ്ങ മക്ക എല്ലാവരും നാലിന് ചമ്മ ഇബാദത്ത് പോകും ചൊല്ലും. ഇത് നിസ്കരിക്കുക മാത്രമല്ല ഖുർആൻ ഓതല്, യാസീൻ ഓതല്, ദിക്ർ ചൊല്ല്, സ്വലാത്ത് ചൊല്ല്, അതുപോലെ തസ്ബീഹ് നിസ്കാരം, അതുപോലെ ഞങ്ങളെ ഖളായി പോയ നിസ്കാരത്തെ ഖളാ വീട്ടല്, അതുപോലെ സദഖ, അതുപോലെ കുറെ ഇബാദത്തുള്ള നല്ല നല്ല കാര്യമെല്ലാം ഞങ്ങളെ ജീവിതത്തിൽ എടുക്കണം. അതുപോലെ ഞങ്ങൾ ഇടത്തര ദ്വാരങ്ങളെ പടച്ചവരുടെ ദ്വാരങ്ങളെ അറബിയിൽ ആവട്ടില്ല ഞങ്ങൾക്ക് തെരഞ്ഞ ഭാഷയിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ തേടാം. അപ്പൊ എത്ര ഞങ്ങൾക്ക് തീർന്നു അത്ര ദ്വാരങ്ങളെ അതായത് ഇനിയുള്ള 4 പ്രത്യേകമായിട്ട് നാളത്തെ ചാവോ ചെല്ലേണ്ടതായ ഇബാദത്ത് ചമ്മ മഹത്വം ചൊല്ലുകൾ പോട്ടില്ല. ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ എത്ര വാദം ഉറുദി ഉപദേശം എല്ലാം കേട്ടാറ് 1000 തിങ്കളിലെ കാണ യാറ ശ്രേഷ്ഠത ഉള്ള ഒരു ചാവായിട്ട് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ലൈലത്തുൽ ഖദ്റിന്റെ ചാവ് ആ ചാവു പണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പരിചയമാക്കി കൊടുത്ത എനിക്കത്തെ ശമൂൽ ഖാസി റളിയല്ലാഹു അൻഹു 1000 വർഷം യുദ്ധാക്കിയുള്ള അതേപോലെ ആ സംഭവമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചെന്നപ്പോ സ്വഹാബത്ത് കേൾത്തുപോതാ അങ്ങനെ അതിലേക്കാണ് യാറ ഞങ്ങളെ ഉമ്മത്തിക്ക് എന്തുണ്ടോ അങ്ങ് 1000 യുദ്ധാക്കിയിട്ട് ഇവിടെ ഷഹീദായിട്ട് സ്വർഗം നേടിയതല്ലേ. അപ്പൊ ഞങ്ങൾക്ക് എന്തുണ്ടോ നബിയെ എന്ന് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുരെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്രി ചൊല്ലാനിക്കത്തെ സൂറത്തായിട്ട് ഇറങ്ങിയിട്ട് വന്നിരെ. ലൈലത്തുൽ ഖദ്റിന്റെ ജാവ് അതായത് നന്റെ ഉമ്മത്തികളായ ആളുമാർക്ക് ലൈലത്തുൽ ഖദ്റിന്റെ ഒരു ജാവിട്ട് ആ ജാവ് 1000 തിങ്കളെ കാണും. വളരെ ശ്രേഷ്ഠതയുള്ള വളരെ ശ്രേഷ്ഠതയും അതുപോലെ മഹത്വമുള്ള ഒരു ജാവായിട്ട് ആ ഒരു ജാവു ഞങ്ങ ഇബാദത്ത് എടുത്തിട്ട് കണ്ടെങ്കിൽ ആ ശമൂൽ ഖാസി റളിയല്ലാഹു തആല അൻഹു യുദ്ധം എടുത്തതിനേക്കാണ് യാറെ ശ്രേഷ്ഠതയിലേക്കാണ് യാറെ ഞങ്ങൾക്ക് കൂലി കിട്ടിയിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ ഓടിപ്പായിട്ടു. അതുപോലെ ഞങ്ങൾ എന്താക്കണം ഞങ്ങൾ എത്ര ഇബാദത്ത് എടുക്കുക. അതുപോലെ തോബ ഞങ്ങളിൽ ഇത്രത്തോളം 25 തോളം 4 ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ തോബ ബാക്കിയായിട്ട് അതുപോലെ ദുആ ബാക്കിയായിട്ട് ഇബാദത്തുള്ള ബാക്കിയായിട്ട് ഇനിയുള്ള 5 നാൾ നാനും നിങ്ങൾ എന്താക്കണോ ഈ 4 തീരെങ്കിൽ
പള്ളിയിൽ വന്നിട്ട് ജാവും പോൾ വന്നിട്ട് ഈത്തിക്കാഫ് തെച്ചിട്ട് ഈത്തിക്കാഫ് നീയത്ത് ചെന്നിട്ടു ഈത്തിക്കാഫ് തെച്ചിട്ട് എന്ത് ഇബാദത്ത് പേര് ഖുർആൻ ഓതാ, ദിക്ർ ചൊല്ല, സലാത്ത് ചൊല്ല, അതുപോലെ എന്തും ഇല്ലെങ്കിലും ഉറങ്ങിയെങ്കിലും കൂലി കിട്ടില്ല പള്ളിയിലുള്ള. അതുകൊണ്ട് നാണും നിങ്ങൾ എന്താക്കണോ, നല്ല അധ്വാനിച്ചിട്ട് ഈ ഇബാദത്ത് എടുക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖും ഭാഗ്യവും നൽകുമാറാകട്ടെ. അല്ലാഹു ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും ഞങ്ങൾ എല്ലാവരും തരട്ടെ. അതുപോലെ ഞങ്ങൾ എല്ലാവരും ഇത്രത്തോളം നോമ്പു തുറപ്പായിട്ട് വലിയൊരു പുണ്യമുള്ള കാര്യമായിട്ടിരിക്കുന്നത്. അത് ഞങ്ങളെ ഇനി ജീവിതത്തിൽ ഞങ്ങൾക്ക് ഇനി ആക്കൊണ്ട് ചൊല്ലുക സാധ്യതയില്ല. എത്രമാത്രം കണക്കിൽ ഇവിടെ മാത്രം എല്ലാ പള്ളിയിലും ഓരോ താങ്ങന്മാർ, അതുപോലെ ഓരോരോ കമ്മിറ്റി, ഓരോരോ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള നോമ്പ് തുറപ്പാറ്റത് എല്ലാവരും അള്ളാഹുവിന്റെ കൂലിയെ കരുതിലായിരിക്കണം. അള്ളാഹുവിന്റെ ഇത് വേണ്ടുണ്ട്. പണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷത്തെ മുന്നേ ചൊന്തു, നിങ്ങ നോമ്പ് തുറപ്പാട്ടണോ, നോമ്പ് തുറന്നിട്ട് അതുപോലെ നിങ്ങ വയറുന്നൊരു ഭക്ഷണം കൊടുത്തിരുന്നു നോമ്പ് തുറപ്പാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഉണ്ടുണ്ട്. അപ്പൊ സഹാബത്ത് ചൊന്തു, ഞങ്ങൾക്ക് നോമ്പ് തുറപ്പാട്ടുകളിലെ വയറുന്നൊരു ഭക്ഷണം കൊടുത്തിട്ട് നോമ്പ് തുറപ്പാട്ട് ആവത് ഞങ്ങൾക്ക് ഇല്ലല്ലോ നബിയെ. അപ്പൊ ഞങ്ങൾക്ക് എന്നിങ്ങനെ സ്വർഗം കിട്ടിയിട്ട് സഹാബത്ത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, ഒരു കഷ്ടക്കാരക്ക് അല്ലെങ്കിൽ ഒരു മുറുക്ക് വെള്ളം അല്ലെങ്കിൽ ഒരു മുക്കിടി പാല് ഇത് കൊടുത്തിട്ട് ഒരാളെ നോമ്പ് തുറപ്പാറ്റ് കണ്ടെങ്കിലും ആ കൂലി നിങ്ങൾക്ക് തരുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ഇപ്പൊ നിങ്ങൾക്ക് അത് ഈ കാലത്ത് ഞങ്ങൾ എവിടെയും അതിക്കൊന്നും കുറവില്ല. വയറുന്നോടി ഭക്ഷണം ഞങ്ങളെ പള്ളിയിലൂടെ വന്നെങ്കിൽ കണ്ടെങ്കിൽ ഓരോരുത്തരും നോമ്പ് തുറപ്പാട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ പ്രതിഫലം ഞങ്ങളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഓരോരുത്തരുടെ ഖബറിലേക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. ചെറിയൊരു ചരിത്രമല്ല, അതായത് പണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലേക്ക് വരുമ്പോ മദീനത്തെ പള്ളിക്ക് വരുമ്പോ ഒരു സഹാബി പള്ളിയുടെ മൂലം തെച്ചിട്ട് മുൾപുട്ടോട്ടുണ്ട്. ഭയങ്കര മുൾപു, കണ്ണ് തന്നെ ധാരധാരയായിട്ട് ഒഴുകിടും. എന്തിനു ചൊല്ലുക സാധ്യമല്ല. അപ്പൊ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടുത്ത് സഹാബ, അതായത് അബൂ ഉമാമ ചൊല്ലുന്ന ഒരു സഹാബി ആയിട്ട് ഇങ്ങോട്ട് അവിടെ വെച്ചിട്ട് മുൾപുട്ടോട്ടിരുന്നേ. അങ്ങനെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അടുത്ത്, യാ അബാ ഉമാമ, എന്തിനാണ് കരയുന്നത്? ഒരു നിസ്കാരത്തിന്റെ ടൈമിലല്ല, ഒരു റമദാൻ മാസത്തിലല്ല, അല്ലാത്ത ഒരു ടൈമിൽ ഈ പള്ളിയിൽ വന്നിട്ട് നീ എന്തൊക്കെ മുൾപൊട്ടേട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അബൂ ഉമാമ ചൊട്ടനിക്ക് എന്തോ സഹാബിനെട്ടിಗೆ കേടുത്ത്. അപ്പൊ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ചോദിച്ചു, തുയൂൻ വഹുമൂൻ യാ റസൂലല്ലാഹ് ലസിമതനി യാ റസൂലല്ലാഹ്, അതായത് നബിയേ കടമാണ്, എനിക്ക് കുറെ കടങ്ങൾ കൊടുക്കാറുണ്ട്, എനിക്ക് വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. അതുപോലെ ആ കടക്കാർക്കെല്ലാം കൊടുക്കൊടുക്കൂ, ഞാൻ നിർബന്ധായിട്ടുള്ള എന്നെ കൊടുക്കൊടു. എന്തും ഇല്ല നബിയെ, എല്ലാ എടുത്തതായ കട കൊടുക്കൊടുക്കൂ, ഒന്നുമില്ല. ആയതുകൊണ്ട് ഭാര്യ ബേജാറെന്നാണ് ഇവിടെ തെച്ചിട്ട് മുൾപൊട്ടുള്ളത്. എന്തിനാക്കിടെ വേറെ എവിടെയും തെച്ചിട്ട് കണ്ടെങ്കിൽ തന്നെ തേടിയോട്ട് പണ്ട്. അതുപോലെ കട കേക്കൊടു എല്ലാവരും നന്റെ ഔട്ട് ബാഗ് പണ്ട്, നന്റെ മുട്ട പണ്ട് അങ്ങ് കൊടുക്കൊടുക്കും തന്നെ എന്തും ഇല്ല നബിയെ. ആയതുകൊണ്ട് ആ ദുഃഖത്തിൽ ആ ബേജാറിൽ ഞാൻ മുൾപൊട്ടുള്ള നബിയെ എന്ന് ചെന്നപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിക്ക് അബൂ ഉമാമ ചൊല്ലരിക്കത്തെ സഹാബിക്ക് ഒരു ദുആ പഠിപ്പാട്ടി കൊടുത്തു. ചൊല്ലു, യാ അബൂ ഉമാമ, ഞാൻ നിന്റെതായ കടം, നിന്റെ ബേജാറ്, നിന്റെ ദുഃഖ, നിന്റെ കഷ്ട എല്ലാം തീരണക്ക് വേണ്ടിട്ട് ഒരു ദുആ ഞാൻ നിനക്ക് പഠിപ്പാട്ടി തട്ടെ. അത് നിന്റെ ജീവിതത്തിൽ നിന്ന് അതിനെ പകർത്തണോ ചൊന്നിട്ടാകുമ്പോ അബൂ ഉമാമ ചൊല്ലു, നബിയെ, എന്നാൽ ആ ദുആ എനിക്ക് പഠിപ്പിച്ചു തരുക, ആ ദുആ നക്ക് നീ പഠിപ്പാട്ടി തരണം നബിയെ. ഞാൻ എപ്പോഴും ദ്വാരക്കിടെ തന്റെ ബേജാറെല്ലാം തീരട്ട് നബി തങ്ങൾ ചൊന്നതുപോലെ ചൊന്നപ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആ പഠിപ്പാട്ടി കൊടുത്തു. യാ അബാ ഉമാമ,
നീ എപ്പോഴും എല്ലാ നിസ്കാരത്തിന് പിന്നും അതുപോലെ എല്ലാ നാളും നീ എന്താ കൊണ്ടുണ്ട اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال സാധാരണ ഞങ്ങൾ എപ്പോഴും കേട്ടോണ്ട് ഉസ്താദ് ദുആ നോട്ടുള്ള എനിക്കെന്താ ദുആ ഇട്ടിട്ട് ആ ദുആ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ സഹാബത്തിക്ക് പരിപാടി കൊടുത്തു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി പടച്ചവനെ വിഷമങ്ങൾ ബേജാറുകൾ അതിനെ തൊട്ടെല്ലാം നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അല്ലാഹ് اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل കഴിവില്ലായ്മയെ തൊട്ടും അതുപോലെ മടിയെ തൊട്ടും മടി വണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു മത്സര വണ്ടി അതിനെ തൊട്ടും നിന്നോട് കാവൽ തേടുക وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل ബഖീൽ തരത്തിൽ നിന്നും പിശുക്ക് തരത്തിൽ നിന്നും അതുപോലെ അതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുക കടക്കാരെല്ലാം വന്നിട്ട് കണ്ടിട്ട് കടം കേൾക്കുന്നത് ആ കടം അങ്ങനെയുള്ള കടം ആ ഉടനെ തൊട്ട് ഞാൻ നിന്റെ നാണ് കാവലിനെ തേടുക അല്ലാഹ് എന്ന അർത്ഥമുള്ള ഒരു ദുആ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി കൊടുത്തു. അങ്ങനെ ബേജാറാക്കണ്ട ചൊല്ലി എപ്പോഴും അങ്ങനെ ആ സഹാബി പോയിട്ട് ദ്വാരൊക്കെ തുടങ്ങി നിസ്കാരത്തിന് പിന്നെ അല്ലാത്തനാലും അല്ലാത്തപ്പോൾ ചമ്പോഴും നിത്യമായിട്ട് ദ്വാരക്കുക തുടങ്ങിയിട്ട് അങ്ങനെ കുറെ സമയം കഴിഞ്ഞാൽ പിന്നെ എന്താക്കി തോന്നണ്ട സ്വഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങട്ടിയെ ചൊന്നു യാ റസൂലല്ലാഹ് നിങ്ങൾ പരിപാടി തന്നെനിക്കത്തെ ദുആ എങ്ങ പരിപാടി തന്നെനിക്കത്തെ ഈ ദുആ ഞാൻ എപ്പോഴും ദ്വാർന്നുണ്ട് നബിയേ എപ്പോഴും ഞാൻ ദ്വാർന്നിട്ടാമത്തു നന്റെ കടല്ല തീർത്ത് നന്റെ ബേജാറ് തീർത്ത് എന്തുമില്ല ഞാൻ കുസിലും സന്തോഷത്തിലുള്ള നബിയേ എന്ന് ചൊന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പരിപാടി കൊടുത്തിരുന്നെങ്കിൽ അങ്ങനത്തെ ദുആ ഖുർആനിലും ഹദീസിലും ഞങ്ങൾക്ക് പഠിക്കും ദ്വാരൊക്കെ കൊണ്ടു അങ്ങനെ അറബിയിൽ മാത്രമല്ല ഞങ്ങൾ തെരുവാസിൽ അല്ലാഹുവിന്റെ ദുആ തന്നെ കണ്ടേ മുത്തറതണ്ട പ്രത്യേകിച്ച് ഈ റമദാന്റെ തിങ്കളില് അല്ലാഹ് ഇത് പരിപാടി കൊടുത്ത് ദ്വാരന്ന് അല്ലാത്ത ടൈമിലായിട്ട് പ്രത്യേകിച്ചും ദുആക്ക് ഇജാബത്തുള്ള ദുആക്ക് ഉത്തരമുള്ള ഈ ഒരു തിങ്കളിൽ ഞങ്ങൾ ദ്വാരത്തിന് അപ്പുറം കിട്ടി. പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ഖുതുബത്തിൽ നിങ്ങൾ കേട്ടിട്ടിപ്പോൾ ലാ ദുആ ഇല്ല വലാ ദുആ ഇല്ല എതിരെ ഒരു ദുആവും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല, സ്വീകരിക്കാതിരിക്കുകയില്ല. അതേപോലെ ഹദീസിലുള്ള ബന്ധുവിൽ അതുപോലെ വാദങ്ങളിൽ നിങ്ങൾ കേട്ട ആയെങ്കിലും അത് ഈ റമദാൻ തിങ്കളായിട്ട് അറിയുമോ റമദാനിൽ നിങ്ങൾ എന്ത് കേട്ടെങ്കിലും അല്ലാഹു തആല ഉത്തരം തന്നെ. അതുപോലെ തന്നെ ദോഷത്തെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ തന്നെ തൗബാക്കണോ, തൗബ ചൊല്ലണോ, തൗബ നിങ്ങൾക്ക് സുധർമ്മത്തെ ചെന്നെങ്കിയ നിങ്ങൾക്ക് തെച്ചിട്ട് കൊടുത്തനെ ആവത്തുള്ളൂ. അതായത് അത്ര സമയത്ര അല്ലെ എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടൈം വെച്ചിട്ട് അല്ലാഹുവിന്റെ തൗബാക്കണോ, ആ തൗബ സ്വീകരിക്കണമെങ്കിൽ തോന്നായിരിക്കും. അതുപോലെ സദഖത്ത് എത്രമാ പ്രതിഫലം തന്നെ എനിക്കത്തെ ഒന്നുകൂ 10 അല്ല 70 അല്ല 700 അല്ല 70,000 തോല പ്രതിഫലം തന്നെ എനിക്കത്തെ ഒരു തിങ്കളായിട്ട് ആയതുകൊണ്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അതുപോലെ ഫിത്ർ സകാത്ത് അതുപോലെ ഞങ്ങൾ എന്തെല്ലാം ഞങ്ങൾക്ക് നല്ല നല്ല കാര്യമാക്കോ തസ്ബീഹ് സലാത്ത് ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഈ ഒരു 5 നാളിലും കൊണ്ടുവരണം. അത് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റഹ്മാനുർ റഹീമായ റജ സയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ ഇതുവരെ നോട്ടതായിരിക്കുന്ന നോമ്പുകളും തറാവീഹ് നിസ്കാരങ്ങളും മറ്റുള്ള ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും എല്ലാം നമ്മുടെ വക്കൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുപോലെ ഇനിയുള്ളതായിരിക്കുന്ന ദിവസങ്ങളിൽ നല്ലവണ്ണം ദ്വാരക്കാനും അതുപോലെ മറ്റുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടത് പോലെ ചെയ്യാനും തൗഫീഖും ഭാഗ്യവും ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകുക തമ്പുരാനെ.
തമ്പുരാനെ ഈ പരിശുദ്ധമായ റമദാനിലെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദന്മാർ, ഞങ്ങളുടെ ഭാര്യ മക്കൾ, ഞങ്ങളുടെ ജ്യേഷ്ഠന്മാർ, അവരുടെ ഭാര്യ മക്കൾ, ഞങ്ങളുടെ സഹോദരിമാർ, അവരുടെ ഭർത്താവ് മക്കൾ, അതുപോലെ ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, അതുപോലെ ഞങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളും മറ്റും ഉണ്ടാക്കി തന്ന സഹോദര സഹോദരിമാർ, എല്ലാ ഓരോരുത്തരിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാവങ്ങളെയും എല്ലാ ദോഷങ്ങളെയും വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെയും അവിടെയും എല്ലാവിധ ഹലാല ഉദ്ദേശങ്ങളെ പൂർത്തിയാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെയും അവിടെ എല്ലാ കടങ്ങളെ തീർത്തി തരണേ തമ്പുരാനെ. വിഷമങ്ങളെ നീക്കി തരണേ തമ്പുരാനെ. ബുദ്ധിമുട്ടുകളെ നീക്കി തരണേ. പടച്ചവനെ, ഞങ്ങളുടേതായിരിക്കുന്ന പെൺമക്കളെ കുഫത്തതായ സ്വാലിഹായ ഭർത്താക്കന്മാർ കെട്ടിച്ചു കൊടുക്കാനും ആൺമക്കൾക്ക് സ്വാലിഹത്തായി നീ തിരഞ്ഞെടുക്കാനുള്ളതായിരിക്കുന്ന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിൽ പല പ്രാവശ്യം മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിൽ ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്നുള്ള സലാത്തും സലാമുകളും ധാരാളമായി പറയാനും ഞങ്ങൾ ഓരോരുത്തർക്കുള്ള കാര്യങ്ങളോട് ബോധിപ്പിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മലിനപ്പെട്ടു പോയ ഓരോരുത്തർക്കുള്ള കപടം വിശാലമാക്കണേ റഹ്മാനെ. വെളിച്ചത്താക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഓരോരുത്തരും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് ഒന്നുകൂടി നല്ല സമയത്ത് നല്ല സ്ഥലത്ത് ഈമാനോടുകൂടി വെള്ളിയാഴ്ച രാത്രിയിലോ വെള്ളിയാഴ്ച പകലിലോ മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന്, ഞങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന്, മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്രയോ ആളുകൾ വിദേശത്ത് പോയി കൊണ്ട് ജോലി ചെയ്യുന്ന റഹ്മാനെ, അവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ, ഖൈർ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. അവർക്ക് വരുന്ന എല്ലാ ആപത്തും മുസീബത്തുകളെ തൊട്ട് നീ കാത്ത് സലാമത്താക്കണേ തമ്പുരാനെ. സമയമാകുമ്പോൾ നാട്ടിലേക്ക് വന്നുകൊണ്ട് മാതാപിതാക്കളെയും ഭാര്യമക്കളെയും കുടുംബങ്ങളെയും സ്നേഹിതന്മാരെയും കണ്ട് സന്തോഷിക്കാം. അവർക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رسول. എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ